വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. ആനയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സൗത്ത് ഡിഎഫ്ഒ ആഷിഖ് അലി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചത്. കുടുംബത്തിലെ ഒരാൾക്ക് വനം വകുപ്പിൽ സ്ഥിരം ജോലി നൽകാൻ ശുപാർശ ചെയ്യുമെന്നും ഡിഎഫ്ഒ അറിയിച്ചു. ഒന്നാമത്തെ ആവശ്യം നിങ്ങൾ പറഞ്ഞത് ആനയെ പിടിച്ചു മാറ്റണം, മയക്കുവെടി വെച്ച് പിടിച്ചു മാറ്റലാണ്. അത് നമ്മൾ ഉടനെ ഇന്ന് തന്നെ ആരംഭിക്കുന്നതാണ് എല്ലാ നടപടികൾ. രണ്ടാമത് നിങ്ങൾ ചോദിച്ചത് 25 ലക്ഷം രൂപയാണ്. അതായത് ഇപ്പോഴത്തെ ഉത്തരപ്രകാരം 14 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള തുക അനുവദിക്കാൻ വേണ്ടി നമ്മൾ സർക്കാരിലോട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. മൂന്നാമത് സ്ഥിരം ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലിപ്പോൾ നമുക്കിപ്പോൾ ഓഫീസ് ചെയ്യാൻ അടിയന്തരമായിട്ട് ചെയ്യാൻ പറ്റിയത് താൽക്കാലിക ജോലി കൊടുക്കുക എന്നുള്ളതാണ്. സ്ഥിരം ആപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സർക്കാരിലോട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. വാക്കുപാലിച്ചില്ലെങ്കിൽ വീണ്ടും സമരം ആരംഭിക്കുമെന്ന് സമരക്കാർ അറിയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട ജെസിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മരണാനന്തര ചടങ്ങുകൾക്ക് 10,000 രൂപ അനുവദിച്ചെന്നും മന്ത്രി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഞാൻ അദ്ദേഹവുമായി തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ അതിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറോടും DFOയോടും മറ്റുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടും സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്ത ആന, ഈ ആനയെ നിയന്ത്രണത്തിൽ വരുത്താനും പിടിക്കാനുമുള്ള അടിയന്തരമായിട്ടുള്ള നടപടിക്ക് നേതൃത്വം കൊടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. കുങ്കിയാനകളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ആനയെ പിടിക്കാൻ എല്ലാ സംവിധാനവും ഒരുക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെ പ്രയാസവും വേദനയും തീർത്താൽ തീരാത്തതാണ്. ഞാൻ ഷാജിയുമായി, ആശുപത്രിയിൽ കിടക്കുന്ന ഷാജിയുമായി സംസാരിച്ചിരുന്നു. ആശുപത്രിയിലെ ഷാജിയുടെ ചികിത്സയുടെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രദേശത്തെ ജനപ്രതിനിധി എന്ന രീതിയിൽ പൂർണ്ണമായും ഞാൻ ഏറ്റെടുക്കും. ലിൻഡോ വിവരങ്ങളുമായി ചേരുകയാണ്. ലിൻഡോ, വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടു. ഒരുപാട് ആവശ്യങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്തു. ഒരു ജീവൻ നഷ്ടമായതാണ്. ഇത്തരത്തിൽ അടിക്കടി ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധവും രോഷപ്രകടനവും ഒക്കെ കണ്ടത്. ഇപ്പോൾ DFOയും വനമന്ത്രിയും അടക്കമുള്ള ആളുകൾ നാട്ടുകാരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ ആവശ്യങ്ങൾ ഈ തരത്തിൽ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയല്ലേ നാട്ടുകാർ പറയുന്നത്? എന്താണ് എല്ലാവരുടെയും പ്രതികരണം ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വാതി, ഇന്ന് രാവിലെയാണ് പുത്തുമല സ്വദേശിയായിട്ടുള്ള ജെസി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. രാവിലെ ഭർത്താവിനോടൊപ്പം ജോലിക്ക് പോകുന്ന സമയത്താണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിലാണ് ജെസി കൊല്ലപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവർ മേപ്പാടി ടൗണിലെത്തി റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തി. ഈ പ്രതിഷേധക്കാരുടെ പ്രധാനമായും അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇതായിരുന്നു. ആനയെ നിരന്തരമായി ഈ പ്രദേശത്ത് ശല്യമുണ്ടാക്കുന്ന, ഇപ്പോൾ ഒരാളെ കൊലപ്പെടുത്തിയ ഈ ആനയെ എത്രയും വേഗം മയക്കുവെടിച്ച് പിടികൂടി ആനപ്പന്തിയിലേക്ക് മാറ്റണമെന്നായിരുന്നു നാട്ടുകാരുടെ ആദ്യത്തെ നിർദ്ദേശം. കൂടാതെ സാധാരണ ഒരു കുടുംബത്തിലെ ഒരു വീട്ടമ്മയാണ് മരണപ്പെട്ടത്. അവർക്ക് 30 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരമായി നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒപ്പം കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് സർക്കാർ സർവീസിൽ സ്ഥിര ജോലി നൽകണമെന്നും ആയിരുന്നു. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചത്. ഇതിനെ തുടർന്നാണ് സൗത്ത് DFO ആയിട്ടുള്ള ആഷിഖ് അലി ഈ സമരമുഖത്ത് നേരിട്ടെത്തുകയും ഈ നാട്ടുകാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ DFO പറഞ്ഞത് നിലവിൽ 14 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറും. അതിന്റെ അടിയന്തരമായി ഇന്ന് തന്നെ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറും. കൂടുതൽ ധനസഹായത്തിനായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും. ഒപ്പം ഈ ആനയെ പിടികൂടാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും DFO ഉറപ്പ് നൽകി. കൂടാതെ ഈ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ജോലി നൽകാൻ ആവശ്യപ്പെട്ട ഇതിൽ നിലവിൽ താൽക്കാലിക ജോലി കുടുംബത്തിലെ ഒരാൾക്ക് നൽകുകയും തുടർന്ന് സ്ഥിര ജോലി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് DFO പറഞ്ഞത്. ഇത്തരത്തിൽ DFO ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ സമരം അവസാനിപ്പിച്ചത്. ഈ സമരം ഏതെങ്കിലും തരത്തിൽ DFO ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് തന്നെയാണ് ഈ സമരക്കാർ പറയുന്നത്. എങ്ങനെയാണ് ഈ സമരം അവസാനിപ്പിച്ചത്? സമരം അവസാനിപ്പിച്ചത് ഈ അക്രമകാരിയായിട്ടുള്ള ആനേനെ ഇവിടുന്ന് മയക്കുവെടി വെച്ച് കൊണ്ടുപോകുമെന്നുള്ളതാണ് DFO പറഞ്ഞത്. അതിൻ്റെ പേപ്പർ വർക്ക് നടക്കുകയാണ്. നാളത്തോടു കൂടി അതിൻ്റെ ഓർഡറും കാര്യങ്ങളും വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഈ DFOനെ വിശ്വാസത്തിലെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ 3 ഡിമാൻഡുകളാണ് ഈ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ഈ നാട്ടിനകത്ത് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം. അങ്ങനെ സ്വൈര്യമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ അക്രമകാരിയായിട്ടുള്ള എല്ലാ വന്യമൃഗങ്ങളെയും
നാടും കാടും വേർതിരിച്ചുകൊണ്ട് അവരെ കാട്ടിൽ തന്നെ നിർത്തണം. നാട്ടിലേക്ക് ഇറങ്ങുന്ന സംവിധാനം ഉണ്ടാകരുത്. അതിന് പ്രോപ്പറായിട്ട് RRTനെ നിയോഗിക്കണം. ഇപ്പോൾ ഒരു പേരിന് മാത്രം RRT മുണ്ടക്കൈയിൽ വന്നു പോകുന്നുണ്ട്. മേപ്പാടി റേഞ്ചിലുള്ള RRT ടീമാണ് മുണ്ടക്കൈയിൽ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫെൻസിങ് ഇടുന്നതുണ്ട്. ഈ ഫെൻസിങ് ഇടുന്നത് പ്രോപ്പറായിട്ട് ഇട്ട് പോകാനും ഈ ഓരോ അക്രമം വരുന്ന സമയത്ത് ഓരോരുത്തരും മരണപ്പെടുന്ന സമയത്തും നമ്മൾ MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഫെൻസിങ് ഇപ്പോൾ നിലവിൽ യാഥാർത്ഥ്യമാകുകയാണെന്നുണ്ടെങ്കിൽ മേപ്പാടി പഞ്ചായത്ത് മുഴുവനും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വാഗ്ദാനത്തിൽ ഒതുക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് DFOനെ വിശ്വാസത്തിൽ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ സമരം പിൻവലിച്ചത്. ഞങ്ങൾ ആദ്യമായിട്ട് ഉന്നയിച്ചത് ഈ ആനയെ ഇവിടുന്ന് മയക്കുവെടി വെച്ച് കൊണ്ടുപോകണം എന്നുള്ളത്. രണ്ടാമത് ഉന്നയിച്ചിട്ടുള്ളത് ഈ സാധാരണ അവർ ചെയ്യുന്നത് പോലെ താൽക്കാലിക ജോലി കൊടുത്ത് ഏതെങ്കിലും ഒരു വാച്ചർ പോസ്റ്റോ അല്ലെങ്കിൽ VSS പോലെയുള്ള സമിതികളിൽ ഏതെങ്കിലും ഒരു ഗൈഡിൻ്റെ ജോലി കൊടുത്തിട്ടോ തളക്കാൻ പാടില്ല. ഈ കുട്ടിക്ക് കൃത്യമായിട്ട് ഓഫീസ് ജോലി തന്നെ പെർമനൻ്റായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടാമത്തെ ആവശ്യം ഉന്നയിച്ചത്. മൂന്നാമത്തെ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചത് കേവലം ഒരു 15 ലക്ഷം രൂപയല്ല ഒരു മനുഷ്യൻ്റെ വില എന്നുള്ളതാണ്. ആ കുടുംബത്തിന് താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലക്ക് 30 ലക്ഷം രൂപ ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കണമെന്നുള്ള ഈ 3 ആവശ്യങ്ങൾ തത്വത്തിൽ ഇപ്പോൾ അംഗീകരിച്ചിട്ടാണ് DFO ഇവിടുന്ന് പോയിട്ടുള്ളത്. ഇനി ഇന്നത്തെ ഈ സമരം തണുപ്പിക്കാനും ഞങ്ങൾക്ക് ജനങ്ങളുടെ മുൻപത്തെ പോലെ തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നിലപാടാണ് DFOക്ക് എന്നുണ്ടെങ്കിൽ DFOയുടെ മുഖത്ത് നോക്കി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ DFO ഓഫീസ് തുറക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പ്രതിഷേധവുമായിട്ട് ജനകീയ സമിതി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഇതിൻ്റെയോടൊപ്പം തന്നെ സൂചിപ്പിക്കാൻ മറ്റൊരു കാര്യം, ഇപ്പോൾ മന്ത്രിയുടെ ഒരു ബൈറ്റ് കേൾക്കുണ്ടായി. മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അക്രമം നടത്തിയിട്ടുള്ള ഈ സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ ഏരിയ ഫെൻസിങ് ഉണ്ട് എന്നുള്ളതാണ്. പച്ചക്കള്ളാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് ആയിരിക്കാം. ഇവിടുന്ന് ഏത് ഉദ്യോഗസ്ഥനാണ് ആ റിപ്പോർട്ട് കൊടുത്തതെന്നുണ്ടെങ്കിലും പച്ചക്കള്ളാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സ്ഥലം പോയി സന്ദർശിക്കാം. ശരി ലിൻഡോ, എന്തായാലും നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ DFOയും വനമന്ത്രിയും പ്രതികരിച്ചിരിക്കുകയാണ്. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു.